അപ്പോൾ ഇന്ന് നമുക്ക് ഓപ്ഷനിൽ എക്സസൈസ് 6.6 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പി എസ് ഈസ് ദ ബൈസെക്ടർ ഓഫ് ക്യൂ പി ആർ. അതായത് പി എസ് എന്ന് പറയുന്നത് ക്യൂ പി ആറിന്റെ ബൈസെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് ക്യൂ എസ് ബൈ എസ് ആർ ഈക്വൽ ടു പി ക്യൂ ബൈ പി ആർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്താ ഗിവൺ എന്നുള്ളത് എഴുതാം. ഗിവൺ പി എസ് ഈസ് ദ bisector of PS is the bisector of angle QPR. ആംഗിൾ QPR ന്റെ ബൈസെക്ടർ ആണ് പി എസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, ആംഗിൾ QPS ഈക്വൽ ടു ആംഗിൾ SPR. അതായത് ആംഗിൾ ബൈസെക്ടർ, ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് ഹാഫും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ QPS ഈക്വൽ ടു ആംഗിൾ SPR. ഇതാണ് നമുക്ക് ഗിവൺ. ഇത് നമ്മൾ ആംഗിൾ 1, 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. ഇത് നമുക്ക് ഗിവൺ ആണ്. അതായത് പി എസ് ക്യൂ പി ആറിന്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് ഹാഫും നമുക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ക്യൂ പി എസ് എസ് പി ആറിന് ഈക്വൽ ആണ്. നമ്മൾ 1, 2 എന്ന് കൊടുത്തു. അപ്പൊ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ഗിവൺ ആണ്. ഇനി നമ്മൾ ടു പ്രൂവ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? QS by SR ഈക്വൽ ടു PQ by PR. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇതിൽ കൺസ്ട്രക്ഷൻ, ഡ്രോ എ ലൈൻ പാരലൽ ടു SP. ഡ്രോ എ ലൈൻ പാരലൽ ടു SP ത്രൂ R. This line meet, അതായത് ക്യൂ പി പ്രൊഡ്യൂസ്ഡ് അറ്റ് ടി. അപ്പോൾ ഡ്രോ എ ലൈൻ പാരലൽ ടു എസ് പിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു ത്രൂ ആർ, മീറ്റിംഗ് ക്യൂ പി പ്രൊഡ്യൂസ്ഡ് അറ്റ് ടി. ടിയിൽ മീറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ എസ് പി പാരലൽ ടു, ഇനി പ്രൂഫിൽ നമുക്ക് എങ്ങനെ പറയാം? പ്രൂഫ്, അതായത് ഇവിടെ എസ് പി പാരലൽ ടു ആർ ടി ആണ്. എസ് പി പാരലൽ ടു ആർ ടി കൺസ്ട്രക്ഷനിലൂടെ നമുക്ക് എക്സ് പി പാരലൽ ടു ആർ ടി ആണ്. എസ് പി ആർ ടിക്ക് പാരലും ഇവിടെ ആർ പി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സലും ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എസ് പി പാരലൽ ടു ആർ ടി ആൻഡ് പി ആർ ഈസ് ട്രാൻസ്വേഴ്സൽ. നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്, രണ്ട് പാരലൽ ലൈന് ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, അതായത് നമ്മൾ രണ്ട് പാരലായിട്ട്, അപ്പൊ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഇത് 2, ഇത് 3. അപ്പൊ ആംഗിൾ നമുക്ക് എങ്ങനെ പറയാം? എസ് പി പാരലൽ ടു ആർ ടി ആൻഡ് പി ആർ ഈസ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയുമ്പോൾ ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3. റീസൺ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയി. ഇനി എന്ത് പറയാം നമുക്ക്? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 4. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 4 അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഒരു അതായത് പാരലൽ ലൈന് ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇനി ഇപ്പൊ നമുക്ക് ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇത് 2, ഇത് 3. അപ്പൊ 1, 2 and 3 നിന്ന് നമുക്ക്, അതായത് ആംഗിൾ 1 ആംഗിൾ 2 ഈക്വൽ ആണ്, ആംഗിൾ 2 ആംഗിൾ 3 ഈക്വൽ ആണ്. അപ്പോൾ എന്തായി? ആംഗിൾ 1 2 ഈക്വൽ ആയില്ലേ? അപ്പോൾ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്ന് കിട്ടും. അതായത് ആംഗിൾ 1 2 ഈക്വൽ, 2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 എന്ന് പറയുന്നത് ഇവിടെ 3 വന്നു, 3 എന്ന് പറയുന്നത് ആംഗിൾ 4. Therefore ആംഗിൾ, അതായത് ഫ്രം ഇക്വേഷൻ 1, 2 and 3 നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്ന് കിട്ടി. ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. അപ്പോൾ ഒരു ട്രയാങ്കിൾ, അതായത് ആർ പി ടി എന്നുള്ള ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്. Therefore പി ആർ ഈക്വൽ ടു പി ടി. പി ആർ ഈക്വൽ ടു പി ടി. അതിന് റീസൺ പറയാം.
sides opposite to equal angles are equal. Sides opposite to equal angles are equal എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതുക? പി ആർ ഈക്വൽ ടു പി ടി എന്ന് എഴുതുക. അതായത് നമുക്ക് പി ആർ ഈക്വൽ ടു പി ടി എന്നാണ് കിട്ടിയത്. അപ്പൊ അതിന് റീസൺ ആംഗിൾ 3 ആംഗിൾ 4 ഈക്വൽ ആയതുകൊണ്ടാണ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. Equal angles are equal. Sides opposite to equal angles are equal എന്ന് എഴുതിയിട്ട് നമ്മൾ പി ആർ ഈക്വൽ ടു പി ടി എന്ന് കിട്ടി. പി ആർ പി ടിക്ക് ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ ക്യു ആർ ടി, നൗ ഇൻ ട്രയാങ്കിൾ ക്യു ആർ ടി, ക്യു ആർ ടിയില് ക്യു ആർ ടി എന്ന ട്രയാങ്കിളിൽ നമുക്ക് എങ്ങനെയുണ്ട്? എസ് പി പാരലൽ ടു ആർ ടി ആണ്. എസ് പി പാരലൽ ടു ആർ ടി. Therefore, by BPT theorem, നമുക്ക് എന്ത് പറയാം? QS by SR, QS by SR equal to QP by PT, QP by PT. ഇവിടെ PT എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? PR ന് ഈക്വൽ ആണ്. Therefore, QS by SR equal to QP by PR. ഇവിടെ റീസൺ ഇത് പി ടി ഈക്വൽ ടു പി ആർ ആണ്. അപ്പൊ അത്ര എഴുതിയുള്ളൂ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്യു എസ് ബൈ എസ് ആർ ഈക്വൽ ടു പി ക്യു പി ബൈ, അതായത് പി ക്യു ബൈ പി ആർ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഡി ഈസ് എ പോയിന്റ് ഓൺ ഹൈപ്പോടെന്യൂസ് എ സി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയിലെ ഹൈപ്പോടെന്യൂസിലെ ഒരു പോയിന്റ് ആണ് ഡി എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി, ഡി എം പെർപെൻഡിക്കുലർ ടു ബി സി ആൻഡ് ഡി എൻ പെർപെൻഡിക്കുലർ ടു എ ബി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡി എം സ്ക്വയർ ഈക്വൽ ടു ഡി എൻ ഇൻറ്റു എം സി. അതുപോലെ സെക്കൻഡ് പാർട്ട് ഡി എൻ സ്ക്വയർ ഈക്വൽ ടു ഡി എം ഇൻറ്റു എ എൻ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം എന്തൊക്കെയാ തന്നിട്ടുള്ളത്? എ ബി, അതായത് ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ എ ബി പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. എ ബി പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. പിന്നെ എന്ത് നമുക്ക് തന്നിട്ടുണ്ട്? ഡി എം പെർപെൻഡിക്കുലർ ടു ബി സി. ഡി എം ബി സിക്കും പെർപെൻഡിക്കുലർ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈനും, അതായത് ഡി എം ബി സിക്ക് പെർപെൻഡിക്കുലർ ആയി, എ ബി ബി സിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക? ഡി എം പാരലൽ ടു എ ബി. അപ്പോൾ ഡി എം പാരലൽ ടു എ ബി ആയി. അതുപോലെ ഇവിടെ ബി സി പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. പിന്നെ എന്താണ്? ഡി എൻ പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. ഡി എൻ പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡി എൻ പാരലൽ ടു ബി സി. അപ്പോൾ ഈ ഒരു ക്വാഡ്രിലേറ്റർ ഡി എം ഡി എന്നില് ഈ ലൈന് ഇതിന് പാരലാണ്, അതുപോലെ ഈ ലൈന് ഇതിന് പാരലാണ്. അങ്ങനെയാണെങ്കിൽ ഡി എൻ ഡി എൻ ഈസ് എ പാരലോഗ്രാം എന്ന് പറയാം. പിന്നെ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ക്വാഡ്രിലേറ്റർ ഒരു റെക്റ്റാങ്കിൾ ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഡി എം പാരലൽ ടു എ ബി, ഡി എം എ ബിക്ക് പാരലൽ എന്ന് പറഞ്ഞാൽ ഡി എം ബി എന്നിന് പാരലൽ ആയിരിക്കും. അതുപോലെ ഡി എൻ പാരലൽ ടു ബി സി എന്ന് പറഞ്ഞാൽ ഡി എൻ പാരലൽ ടു എം ബി ആണ്. ആംഗിൾ എം 90 ഡിഗ്രി അവിടെ നമുക്ക് ഡി എം പെർപെൻഡിക്കുലർ ടു ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എം 90 ഡിഗ്രി ആയി. ദർഫോർ നമ്മൾ എന്ത് പറയുന്നു? ഡി എം ബി എൻ ഈസ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ആംഗിൾ എം 90 ഡിഗ്രി എന്ന് ഇവിടെ എഴുതിയാൽ മതി. ആംഗിൾ എം 90 ഡിഗ്രി ആയതുകൊണ്ട് ഡി എം ബി എൻ ഈസ് എ റെക്റ്റാങ്കിൾ എന്ന് കിട്ടി. ഡി എം ബി എൻ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ബി എം ഈക്വൽ ടു, ദർഫോർ ബി എം ഈക്വൽ ടു ഡി എൻ ആയിരിക്കും. അതുപോലെ ഡി എം ഈക്വൽ ടു ബി എനും ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിലറിയണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യത്തത് ടു പ്രൂവ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഡി എം സ്ക്വയർ ഈക്വൽ ടു ഡി എൻ ഇൻറ്റു എം സി ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഡി എം സ്ക്വയർ കിട്ടണമെങ്കിൽ രണ്ട് ട്രയാങ്കിൾ നമ്മൾ സിമിലർ ആണെങ്കിൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവും അല്ലെ? അതിൽ നിന്നാണ് നമുക്ക് ഇതിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ രണ്ട് ട്രയാങ്കിളിലും ഡി എം സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടണമെങ്കിൽ രണ്ട് ട്രയാങ്കിളിലും എന്ത് വേണം? ഡി എം എന്നുള്ള ഒരു സൈഡ് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾസ് ബി എം ഡിയും ഡി എം സി, ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ രണ്ട് ട്രയാങ്കിളിലും ഏതെങ്കിലും രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ സിമിലാരിറ്റിയിൽ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. അപ്പൊ അതിനുവേണ്ടി ഇൻ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഉണ്ട് ബി എം ഡി ആൻഡ്
ട്രയാങ്കിൾ ഡി എം സി. ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്കിപ്പോൾ ഏത് ആംഗിളാണ് 90 ഡിഗ്രി പറയാൻ കഴിയും. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ട് ട്രയാങ്കിൾ നോക്കി. ഈ ആംഗിൾ 90 ഡിഗ്രി, അതായത് ആംഗിൾ ഡി എം ബി 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡി എം സിയും 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് പെർപെൻഡിക്കുലർ ആണ്. ഈ ഭാഗം 90 ആണെങ്കിൽ ഇപ്പുറത്തെ ഭാഗവും 90, 180 അല്ല, ലീനിയർ പെയർ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ആംഗിൾ ഡി എം ബി ഈക്വൽ ടു ആംഗിൾ ഡി എം സി 90 ഡിഗ്രിയാണ്. അവിടെ അത് കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു ആംഗിളും കൂടി 90 ഡിഗ്രി എന്ന് പറയണം. ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ, ഇത് നമ്മൾ ആംഗിൾ 1 എന്ന് കൊടുത്തു, ഇത് 2, 3, 4. അപ്പോൾ ഈ ഒരു ആംഗിൾ, ഈ ഒരു ട്രയാങ്കിൾ ബി എം ഡിയിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ടും, അതായത് ആംഗിൾ സം പ്രോപ്പർട്ടി ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ എം പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് 90 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് നമുക്ക് 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ 90 ആയതുകൊണ്ട് ബാക്കിയുള്ള രണ്ട് ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ആയിരിക്കും. അപ്പൊ എങ്ങനെ എഴുതാം? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈക്വൽ ടു 90. പിന്നെ ഇവിടെ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 എന്താണ്? അതും 90 ആണ്. കാരണം ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി ആണ്. ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി എന്ന് പറഞ്ഞാൽ ഇത്രയും ഹാഫ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതും 90 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിലും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ എന്ന് പറയും. അപ്പൊ ആംഗിൾ 2 പ്ലസ് 3 ആംഗിൾ 3. അപ്പോൾ ഇവിടെ ആംഗിൾ 2 ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഈ ട്രയാങ്കിളിലെ ആംഗിൾ 1 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിലെ ആംഗിൾ 3ക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ആംഗിൾ ഈക്വൽ ആയി. ഇത് 90 ഡിഗ്രി ആണ്. ആംഗിൾ 1 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിലെ ആംഗിൾ 3ക്കും ഈക്വൽ ആയി. therefore by AA similarity നമുക്ക് എന്ത് പറയാം? therefore by AA similarity ഏതെല്ലാം ട്രയാങ്കിൾ ആണ് നമുക്ക് സിമിലർ എന്നുള്ളത്? എം ആണ് രണ്ട്, അതായത് ട്രയാങ്കിൾ ബി എം ഡി സിമിലർ ടു ട്രയാങ്കിൾ. ഇവിടെ എം ആണ് 90 ഡിഗ്രി. അപ്പൊ രണ്ട് ട്രയാങ്കിളിൽ എം തന്നെ 90 ഡിഗ്രി. പിന്നെ ഇതിലെ ബി എം ബി, ഇതിലെ 3. അപ്പൊ ഇവിടെ ഡി, ഡി എം സി ട്രയാങ്കിൾ സിമിലർ ആംഗിൾ കറക്റ്റ് ആയിട്ട് വരുന്ന വിധത്തിൽ ബി എന്നുള്ള, ഇതിലെ ബി എന്നുള്ള ആംഗിൾ ഈ ട്രയാങ്കിളിലെ ഡി കാണ് ഈക്വൽ, ആംഗിൾ 1 ആംഗിൾ 3 കാണ് ഈക്വൽ, എം രണ്ടില് 90 ഡിഗ്രി. അപ്പോൾ എന്തായാലും സി എന്നുള്ളത് ബാക്കിയുള്ളത് വരും. അപ്പോൾ ബി എം ഡി സിമിലർ ടു ഡി എം സി എന്ന് കിട്ടി. ബി എം ഡി സിമിലർ ടു ഡി എം സി ആയി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷൻ ആയിരിക്കും. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഡി എം സ്ക്വയർ. അപ്പൊ ആദ്യം ഇവിടെ ഡി എം എന്ന് എഴുതുക. ഡി എം ബൈ, ഇവിടെ ഈ രണ്ടെണ്ണമാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഇവിടെ ഡി എം ബൈ എം സി ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ ഡി എം വരണം, എന്നാൽ മാത്രമേ ഡി എം സ്ക്വയർ ആവുള്ളൂ. ഡി എം, ഇവിടെ ഡി എം കിട്ടണേ, ഇവിടെ ബി എം. അപ്പോൾ നമുക്ക് ഡി എം സ്ക്വയർ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി എം സ്ക്വയർ ഈക്വൽ ടു ബി എം ഇൻറ്റു എം സി ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഡി എൻ ഇൻറ്റു എം സി ആണ്. ബി എം ഏതിന് ഈക്വൽ ആണ്? ഡി എന്നിന് ഈക്വൽ ആണ്. അതിനാണ് നമ്മൾ അതൊരു റെക്റ്റാങ്കിളിൽ നിന്ന് ആദ്യമേ പ്രൂവ് ചെയ്തത്. അപ്പോൾ ബി എം ഈക്വൽ ടു ഡി എം ആയതുകൊണ്ട്, ഡി എൻ ആയതുകൊണ്ട് therefore ഡി എം സ്ക്വയർ ഈക്വൽ ടു ഡി എൻ ഇൻറ്റു എം സി. ഇവിടെ നമ്മൾ സിൻസിറ്റിട്ട് എഴുതുക. അതായത് ബി എം ഈക്വൽ ടു ഡി എൻ ആണ്. അപ്പം അത്രയും എഴുതുക. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് ഡി എം സ്ക്വയർ ഈക്വൽ ടു ഡി എൻ ഇൻറ്റു എം സി. സെക്കൻഡ് പാർട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ഡി എൻ സ്ക്വയർ ഈക്വൽ ടു ഡി എം ഇൻറ്റു എ എൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഡി എൻ സ്ക്വയർ കിട്ടണമെങ്കിൽ എന്ത് വേണം? രണ്ട് ട്രയാങ്കിളിലും ഒരു സൈഡ് ഡി എൻ വേണം. അങ്ങനെ വരണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യണം. ഇതിൽ ഡി എൻ രണ്ട് ട്രയാങ്കിളും ഉണ്ട്. ഡി എൻ അതായത് എ ഡി എന്നും ഈ ഒരു ട്രയാങ്കിൾ ബി ഡി എന്നും ഡി എൻ എയും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ ബി ഡി എൻ ആൻഡ് ട്രയാങ്കിൾ ഡി എൻ ഡി എ എൻ, ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പേര് ഇവിടെ എഴുതുമ്പോൾ കുഴപ്പമില്ല, എങ്ങനെ എഴുതിയാലും സിമിലർ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് എഴുതിയാൽ. ഈ രണ്ട് ട്രയാങ്കിളുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ട്രയാങ്കിൾ ബി ഡി എന്നും ഡി എൻ എയോ അല്ലെ ഡി എ, ആ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുമ്പോൾ അതിലും ഇതുപോലെ തന്നെ രണ്ട് ആംഗിൾ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടുവാണെങ്കിൽ therefore എ സിമിലാരിറ്റി വെച്ച് നമുക്ക് അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷൻ ആണെന്ന് പറയാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ
ഇത് 5, ഇത് 6, ഇത് 7 അങ്ങനെ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇത് 6, ഇത് 7, ഇത് 8 എന്ന് കൊടുത്തു. അതിൽ നമുക്കിപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി, അതായത് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ആംഗിൾ DNB ഈക്വൽ ടു ആംഗിൾ DNA. രണ്ട് ട്രയാങ്കിളിലും 90 ഡിഗ്രിയാണ് വരുന്നത്. ഇനി നേരത്തെ പോലെ തന്നെ ഈ ഒരു ആംഗിൾ, നമുക്ക് ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ആംഗിൾ 7 + 5, ആംഗിൾ 7 + 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ 5 90 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. ഒരു ആംഗിൾ 90 ആണെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള 2 ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ നമ്മൾ DN പെർപെൻഡിക്കുലർ, അതായത് ഇവിടുന്ന് ഈ ഹാഫ് ഇത്രയും ഭാഗം നമുക്ക് 90 ആണെങ്കിൽ ഈ ആംഗിൾ 6 + 7 എന്തായിരിക്കും? 90 ആയിരിക്കും. ലീനിയർ പെയർ. അപ്പോൾ 90 എന്ന് കിട്ടി. ഇതിൽ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ 7 + ആംഗിൾ 5 ഈക്വൽ ടു ആംഗിൾ 6 + ആംഗിൾ 7. അപ്പോൾ ആംഗിൾ 7 ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് ആംഗിൾ 5 ഈക്വൽ ടു ആംഗിൾ 6 എന്ന് കിട്ടി. അതായത് ഈ ട്രയാങ്കിളിലെ ആംഗിൾ 5 ഈ ട്രയാങ്കിളിലെ ആംഗിൾ 6ന് ഈക്വൽ ആണ്. ദർഫോർ ബൈ എ സിമിലാരിറ്റി നമുക്ക് എന്ത് പറയാം? ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. നമ്മൾ ഇപ്പൊ ആദ്യം ആംഗിൾ BND, അതായത് ട്രയാങ്കിൾ BND എന്നാണ് എഴുതുന്നതെങ്കിൽ ഈ ട്രയാങ്കിൾ N തന്നെയാണ് നമുക്ക് 90 ഡിഗ്രി വരുന്നത്. പിന്നെ ഇവിടെ ആംഗിൾ B എന്ന് പറയുന്നത്, അതായത് ആംഗിൾ 5 ആംഗിൾ 6നാണ് ഈക്വൽ. അപ്പോൾ ഇവിടെ D വരും. B എന്നുള്ള ആംഗിൾ ഇവിടെ 5 ആണ്, ഇവിടെ 6നാണ് ഈക്വൽ. അപ്പോൾ ഏത് ആംഗിളിനാണോ ഈക്വൽ ആയിട്ടുള്ള അതുപോലെ എഴുതുക. പിന്നെ ബാക്കിയുള്ളത് A. അപ്പോൾ ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളും നമുക്ക് സിമിലർ ആയി. BND സിമിലർ ടു DNA എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? DN². അപ്പോൾ DN/NA ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ DN വന്നാൽ മാത്രമേ DN² ആവുള്ളൂ. അപ്പോൾ ഈ രണ്ട് സൈഡാണ് എടുക്കുന്നത്. അതുപോലെ ഇവിടെയും BN. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് കിട്ടിയത്? DN² ഈക്വൽ ടു എന്ത് കിട്ടി? BN × AN എന്ന് കിട്ടി. NA എന്നുള്ളത് AN, BN ആണ് ഇവിടെ കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് DM ആണ് വേണ്ടത്. അപ്പോൾ DM ഏതിന് ഈക്വൽ ആണ്? BMന് ഈക്വൽ ആണ്. ഇവിടെ BN ഈക്വൽ ടു DM ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ DN² ഈക്വൽ ടു DM × AN. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമ്മൾ സിമിലാരിറ്റി നമ്മൾ 6.5 ചെയ്ത അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തില്ല അതേപോലെ തന്നെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സൈഡ്സ് മാറ്റി കൊടുക്കേണ്ടി വരും. അതായത് DN × MC എന്ന് പറയുന്നത് നമുക്ക് BN × MC ആണ് കിട്ടുന്നത്. അപ്പോൾ BM DNന് ഈക്വൽ ആണെന്ന് പറയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അതൊരു റെക്റ്റാങ്കിൾ എന്ന് പ്രൂവ് ചെയ്തത്. റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവിടെയും നമുക്ക് എന്താ കിട്ടുന്നത്? BN × AN ആണ് കിട്ടുന്നത്. അപ്പോൾ BN എന്ന് പറയുന്നത് DM ആണെന്നുള്ളത് ഈക്വൽ ആയതുകൊണ്ട് മാറ്റി കൊടുക്കുക. അത്രയേ ഉള്ളൂ അതിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.